ഹായ് ഗൈസ്, പത്തനംമാറ്റ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ആദർശ് അങ്ങനെ സിക്ക് വേഷത്തിലൊക്കെ എയിം ജ്വല്ലറി കയറി പറ്റുകയും എയിം ജ്വല്ലറിയുടെ രഹസ്യങ്ങളെല്ലാം കിരണിൻ്റെയും കല്യാണിയുടെയും സഹായത്തോടു കൂടി ചൂഴ്ന്നെടുക്കുകയും ചെയ്യാണ്. അങ്ങനെ ഗ്രീന ഈ ആദർശിനെ ചതിക്കുകയായിരുന്നെന്നും അതുകൊണ്ടാണ് ആ സ്റ്റാൻലി മാർട്ടിൻ ജ്വല്ലറിയുമായിട്ടുള്ള ഡീല് മൂർത്തീസ് ജ്വല്ലറിക്ക് നഷ്ടപ്പെട്ടതെന്നും മനസ്സിലാക്കുകയാണ്. അങ്ങനെ സ്റ്റാൻലി മാർട്ടിൻ ജ്വല്ലറിയുമായി ബന്ധപ്പെട്ട് ആ ഡീല് തിരിച്ചു വാങ്ങുകയാണ് ചെയ്യുന്നത് മൂർത്തീസ് ജ്വല്ലറി. സ്റ്റാൻലി മാർട്ടിൻ ജ്വല്ലറി ഒരു തീരുമാനം എടുക്കുകയാണ് കേട്ടോ, എയിം ജ്വല്ലറിയുടെ ആ ഒരു ഡീല് റദ്ദാക്കാന്ന്. അതിനൊക്കെ ശേഷം ആദർശ് സത്യങ്ങളൊക്കെ തെളിയിക്കുകയാണ് കേട്ടോ. നാഗേന്ദ്രയാണ് ഇതിനെല്ലാം പിന്നിലെന്നും അപ്പച്ചിയുടെ ഭർത്താവായ നാഗേന്ദ്ര കുടുംബത്തോടുള്ള വൈരാഗ്യം വീട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തതെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ. അങ്ങനെ നാഗേന്ദ്ര അറസ്റ്റ് ചെയ്യപ്പെടുകയാണ് നേരത്തെ നടത്തിയ ഒരു കൊലപാതകത്തിൻ്റെ പേരിൽ. അങ്ങനെ അതിനൊക്കെ ശേഷം ആദർശ് വിജയശ്രീ ലാളിതനായിട്ട് തിരിച്ചു വരികയാണ് അനന്തപുരിയിലേക്ക്. അപ്പോൾ മുത്തശ്ശനങ്ങ് സ്നേഹത്തോടു കൂടി ആദർശിനെ കെട്ടിപ്പിടിച്ച് സ്വീകരിക്കുക. എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവുകയാണ്. എന്നാൽ ജലജയ്ക്കും ആബിക്കും ഒന്നും ഒരു സന്തോഷവും ഇല്ല കേട്ടോ. നാഗേന്ദ്രയെ പിടിക്കുകയും ചെയ്തല്ലോ, ആകെ മൊത്തം നശിച്ച് നാറിയ അവസ്ഥയിൽ നിൽക്കുകയാണ് അവർ. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലോ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ക്ഷേത്രത്തിൽ വെച്ച് ആദർശ് മുത്തശ്ശനെയും മുത്തശ്ശിയും കാണുകയാണ് കേട്ടോ. മുത്തശ്ശനായിരുന്നെങ്കിൽ ശയന പ്രദക്ഷിണവും അതുപോലെ വ്രതവും ഒക്കെ എടുത്തിരിക്കുകയാണല്ലോ. അങ്ങനെ ആ ഒരു കാഴ്ച കാണുമ്പോൾ ആദർശ് ഞെട്ടിപ്പോവാണ്. മുത്തശ്ശൻ ശയന പ്രദക്ഷിണം നടത്തി ക്ഷീണിച്ചു വരുന്നതും അതുപോലെ വ്രതത്തിലാണ് എന്നുള്ള കാര്യം മുത്തശ്ശിയിൽ നിന്ന് അറിയുകയൊക്കെ ചെയ്യാണ്. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട്, എന്തിനാ മുത്തശ്ശൻ ഇപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത്? വയ്യായികയൊക്കെയുള്ള മുത്തശ്ശൻ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശിക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല കേട്ടോ. മുത്തശ്ശി ആദർശിനോട് പറയാണ്, ആദർശേ നിനക്ക് വേണ്ടിയിട്ടാണ്, മുത്തശ്ശൻ മനസ്സോടാണ് നിന്നോട് അന്നതൊക്കെ പറഞ്ഞത് എന്ന് പറയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, എനിക്കറിയാം മുത്തശ്ശൻ്റെ മനസ്സ് എനിക്കറിയാം. ഞാൻ നൈനയോട് പറഞ്ഞു, മുത്തശ്ശൻ എന്നെ പരീക്ഷിക്കുകയാണ്. ഞാൻ സത്യം തെളിയിച്ച് വിജയിച്ച് വരാൻ വേണ്ടിയിട്ട് മുത്തശ്ശൻ തീരുമാനം എടുത്തിരിക്കുകയാണ് എന്നുള്ള കാര്യമൊക്കെ. അപ്പോൾ മുത്തശ്ശൻ പറയാണ്, ശരിയാ ആദർശേ, അവിടെ വെച്ച് ഞാനതൊന്നും പറഞ്ഞില്ല എന്നേ ഉള്ളൂ. നീ ശരിക്കും ഇതിൻ്റെ പിന്നിലുള്ള രഹസ്യം കണ്ടെത്തണം. നിന്നെ ചതിച്ചവരെ കണ്ടെത്തണം, നമ്മളെ തകർക്കാൻ ശ്രമിക്കുന്നവരെ കണ്ടെത്തണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അന്ന് പരുഷമായിട്ട് നിന്നോട് പെരുമാറിയതും നീ ഒറ്റയ്ക്ക് താമസിച്ച് ആ രഹസ്യങ്ങൾ കണ്ടെത്തുമെന്ന് എനിക്കറിയാം. അതിന് വേണ്ടിയാണെന്ന് പറയാണ്. അപ്പോൾ ആദർശ് മുത്തശ്ശനോട് പറയണം, മുത്തശ്ശ ആ എയിം ജ്വല്ലറിക്കാരാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ, അല്ലാതെ മറ്റാരുമല്ല എന്ന് പറയാണ്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, അതെനിക്കും അറിയാം, പക്ഷേ അതിൻ്റെ MD ഡേവിഡ് അയാളായിരിക്കില്ല നമ്മുടെ ശത്രു. മറ്റാരോ അതിൻ്റെ പിന്നിൽ കളിക്കുന്നുണ്ട്, അത് നീ മനസ്സിലാക്കണം ആദർശ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആദർശ് പറയാണ്, കിരണും കല്യാണിയും എന്നെ സഹായിക്കാനായിട്ട് അവിടെ എയിം ജ്വല്ലറിയിൽ കയറിയിട്ടുണ്ട് മുത്തശ്ശ. അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ വിവരങ്ങൾ നമുക്ക് ലഭിക്കുമെന്ന് പറയുക. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, അതൊക്കെ അതിൻ്റെ സത്യങ്ങളാണ്, പക്ഷേ ആദർശേ നീ അവിടെ കയറി കൂടണം. എങ്ങനെയും എയിം ജ്വല്ലറിയിൽ കയറിക്കൂടി ആ ഡേവിഡിൻ്റെ പ്രിയതരം പിടിച്ചു പറ്റണം. അതിനുശേഷം അവിടുത്തെ രഹസ്യങ്ങൾ ഓരോന്നായി നീ പൊക്കണം എന്ന് പറയാണ്. അപ്പോൾ ആദർശ് ചോദിക്കുക, അതെങ്ങനെയാണ് മുത്തശ്ശ, എങ്ങനെ എന്നെക്കൊണ്ട് സാധിക്കും? ഞാൻ അവിടെ ചെന്നാൽ അവരെന്നെ സ്വീകരിക്കുമോ? അവരെന്നെ തിരിച്ചറിയില്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, ബിസിനസ്സിൽ അങ്ങനെ പല തന്ത്രങ്ങളും ഉണ്ട്, അതുപോലെ നീയും പ്രയോഗിക്കണം. മറ്റെന്തെങ്കിലും ഒരു രീതിയിൽ വേഷം മാറി നീ അവിടെ ചെല്ലണം എന്ന് പറയാണ്. ആദർശപ്പം ചിന്തിക്കുക, എങ്ങനെ ഞാൻ എന്ത് വേഷം? മുത്തശ്ശൻ പറയുന്നുണ്ട്, എത്രയോ വേഷം മാറാം ഈ ജീവിതത്തിൽ. എന്തെങ്കിലും സ്വർണ്ണ വ്യാപാരിയോ വജ്ര വ്യാപാരിയോ ഒക്കെ ആയിട്ട് നീ അവിടെ ചെന്ന് അവർക്ക് മനസ്സിലാകാത്ത രീതിയിൽ അവരുടെ സ്നേഹം പിടിച്ചു പറ്റണം. അതിനുശേഷം നീ അവരുടെ രഹസ്യങ്ങളെല്ലാം ചൂർന്നെഴുക്കണം എന്ന് പറയാണ്. ചതിയിലൂടെ തന്നെ നീ മറുപടി കൊടുക്കണം ആദർശേ എന്ന് പറയാം. അപ്പോൾ ആദർശ് തീരുമാനിക്കുകയാണ്, ശരി മുത്തശ്ശ, അങ്ങനെ ഒരു മാർഗം കൂടി ഞാൻ ചെയ്യാം എന്ന് പറയാണ്. അപ്പോൾ മുത്തശ്ശിയും അവിടെ നിന്ന് യാത്രയാവുന്നുണ്ട് അനന്തപുരിയിലേക്ക്. ആദർശാണെങ്കിൽ ക്ഷേത്രത്തിൽ തൊഴുതിട്ട് ആദർശം തിരിച്ചു പോവാണ്. തിരിച്ചു പോകുമ്പം ആദർശം നയനയുമായിട്ട് സംസാരിക്കുകയാണ് കേട്ടോ. നയനയോട് പറയുന്നുണ്ട്, മുത്തശ്ശനെയും മുത്തശ്ശിയെയും ഞാൻ അമ്പലത്തിൽ വെച്ച് കണ്ടു. മുത്തശ്ശൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ശയന പ്രദക്ഷിണവും വ്രതവും ഒക്കെ എടുക്കുകയാണ്. വീട്ടിൽ മറ്റാരുടെയും സ്നേഹവും അനുകമ്പയൊന്നും വേണ്ടാത്തത് കൊണ്ടാണ് മുത്തശ്ശൻ അങ്ങനെ ചെയ്യുന്നത്. അതുമാത്രമല്ല, എന്നോട് മുത്തശ്ശൻ ക്രൂരമായിട്ട് പെരുമാറിയത് വേറൊന്നും കൊണ്ടല്ല. ഈ ചതിയുടെ പിന്നിലുള്ള രഹസ്യം എന്താണെന്ന് ഞാൻ വാശിയോടുകൂടി വീറോടുകൂടി കണ്ടെത്തണം. അതിന് വേണ്ടിയിട്ട് ചെയ്ത ഒരു മാർഗ്ഗമാണെന്ന് പറയാണ്. അപ്പം നയനയും പറയുന്നുണ്ട്, എനിക്കറിയാം, അന്ന് ആ മുംബൈയിലെ ഡീല് നഷ്ടപ്പെട്ടപ്പോൾ മുത്തശ്ശൻ്റെ മറ്റൊരു മുഖം ഞാൻ കണ്ടതാ. പക്ഷേ മുത്തശ്ശൻ്റെ മനസ്സിൽ ആദർശനോട് ഒരിക്കലും ദേഷ്യം ഉണ്ടാവില്ല എന്ന് എനിക്കറിയായിരുന്നു എന്ന് പറയാണ്. അപ്പോൾ ആദർശ പറയാണ്, നയനെ, നമുക്ക് വേണ്ടി അന്വേഷിക്കാനായിട്ട് കിരണും കല്യാണിയൊക്കെ ഉണ്ട്. പക്ഷേ മുത്തശ്ശൻ പറയുന്നത് ഞാൻ കൂടി എയിം ജ്വല്ലറിയിൽ എങ്ങനെയും കയറി കൂടണം എന്നാണ്. അവരുടെ രഹസ്യങ്ങളെല്ലാം പുറത്തു കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ.
മൂർത്തീസ് ജ്വല്ലറിക്ക് എന്നാൽ മാത്രമേ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. മൂർത്തീസ് ജ്വല്ലറിയെ ചതിക്കാൻ ജ്വല്ലറിക്ക് പിന്നിലുള്ളത് ആരാണെന്ന് നമുക്ക് കണ്ടെത്തണം. അതിനുവേണ്ടി മുത്തശ്ശൻ ഇങ്ങനെ ഒരു കാര്യം എന്നോട് പറഞ്ഞു എന്ന് പറയുമ്പോൾ നയന പറയാ, ശരിയാ ആദർശേട്ടാ, മുത്തശ്ശന് ഒരുപാട് അനുഭവ സമ്പത്തുള്ള ആളാണ്. അതുകൊണ്ട് മുത്തശ്ശൻ പറഞ്ഞതിനെയൊന്നും വെറുതെ തട്ടിക്കളയാൻ നിൽക്കണ്ട. ആദർശേട്ടനും അങ്ങനെ ഒരു കാര്യം അങ്ങ് ചെയ്യാൻ തീരുമാനിക്കാൻ പറയാം. അപ്പോൾ ആദർശം അങ്ങനെ പറയുമ്പോൾ എന്ത് വേഷത്തിലാണ് ഞാൻ ചെല്ലുന്നത്, ഞാൻ എങ്ങനെ ഒരു വ്യാപാരിയാണെന്ന് പറഞ്ഞ് ചെന്നാലും അവരെന്നെ മനസ്സിലാക്കി എടുക്കുമെന്ന് പറയുമ്പോൾ നയന പറയാ, ആദർശേട്ടാ ഞാനൊരു ഐഡിയ പറയട്ടെ, ഒരു സിക്ക് വേഷം കിട്ടിയാലോ, താടിയും അതുപോലെ തന്നെ തലപ്പാവും ഒക്കെ വെച്ച്. അങ്ങനെ ആവുമ്പം ആദർശേട്ടനെ പെട്ടെന്നൊന്നും അവർ തിരിച്ചറിയില്ല എന്ന് പറയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ശരിയാ അത് കൊള്ളാം, അങ്ങനെ ഒരു വേഷപ്പകർച്ചയിലേക്ക് ഞാൻ മാറിയാൽ, എന്നിട്ടൊരു വജ്ര വ്യാപാരിയോ സ്വർണ്ണ വ്യാപാരിയാണെന്ന് പറഞ്ഞ് അവിടെ കയറി കൂടിയാൽ ചിലപ്പോൾ അവർ വിശ്വസിച്ചേക്കും അല്ലേ. അതെ ആദർശേട്ടാ, വലിയ ബിസിനസ് ഡീലെന്ന് പറയുമ്പം അവരുടെ കണ്ണ് മഞ്ഞളിക്കും, അവർ വിശ്വസിക്കും. പിന്നെ ആദർശൻ്റെ യഥാർത്ഥ രൂപം ആരും കണ്ടാൽ മനസ്സിലാക്കാത്ത രീതിയിൽ ഞാൻ റെഡിയാക്കി തരാമെന്ന് പറയാണ് കേട്ടോ. അങ്ങനെ നയന ഒരു ഡിസൈനറൊക്കെയല്ലേ, നന്നായിട്ട് ഡിസൈൻ ചെയ്യുന്ന ആളായതുകൊണ്ട് തന്നെ നയന ആദർശിനെ ഒരുക്കാണ്. താടിയും തലപ്പാവും ഒക്കെ വെച്ച് ആദർശം ഒരുങ്ങാണ്. ശരിക്കും ഒരു സിക്കുകാരനെ പോലെ ഇരിക്കുന്നു. എന്നിട്ട് നയനോട് ചോദിക്കുക, ഇതെങ്ങനെയുണ്ട്. നയന തൊപ്പിയൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം എങ്ങനെയുണ്ടെന്ന് ചോദിക്കുക. അപ്പോൾ കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ ശരിക്കും അതുപോലെ തന്നെ. നയന പറയുന്നുണ്ട്, സൂപ്പറായിട്ടുണ്ട്. ഇപ്പം എനിക്ക് പോലും ആദർശം എന്നെ കണ്ടാൽ മനസ്സിലാവില്ല, പിന്നെയല്ലേ അവർക്ക്. എന്തായാലും നന്നായിട്ടുണ്ട്, അവർക്ക് ഒരിക്കലും പിടികിട്ടാൻ പോകുന്നില്ല എന്ന് പറയാണ്. അങ്ങനെ നയനോട് പറയാണ്, അതെ നമുക്ക് പോയി കിരണിനെയും കൂടെ കാണാം, കിരൺ വിളിച്ചിട്ടുണ്ടായിരുന്നു, അവന് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടെന്നാണ് പറഞ്ഞത്. അതിനുശേഷം ഞാൻ ജ്വല്ലറിക്കാരുടെ അടുത്തേക്ക് പോകും. കാരണം ഒരു സ്വർണ്ണ വ്യാപാരിയായിട്ട് ചെന്ന് വലിയ ഡീൽ ഉറപ്പിക്കാനാണെന്നുള്ള വാഗ്ദാനങ്ങളൊക്കെ കൊടുത്തു കഴിയുമ്പം അവരെൻ്റെ വലയിൽ വീഴും. ആ ഡേവിഡിനെ എൻ്റെ വലയിൽ വീഴ്ത്തിയതിന് ശേഷം ആ രഹസ്യങ്ങളെല്ലാം ഞാൻ ചൂഴ്ന്നെടുക്കും എന്ന് പറയാണ്. അങ്ങനെ കല്യാണിയും കിരണും വരികയാണ്. അവിടേക്ക് പോവുകയാണ് കേട്ടോ, ആദർശും നയനയും കൂടി. അങ്ങനെ കിരൺ ആദർശിനെ കണ്ട് ഞെട്ടുകയാണ്. കിരൺ ചോദിക്കുകയാണ്, ഇതിപ്പോൾ കണ്ട ആദർശിനെ കണ്ടിട്ട് മനസ്സിലാവുന്ന പോലും ഇല്ലല്ലോ, ഇത്രയും ഭംഗിയായിട്ട് വേഷം മാറാൻ ആദർശിന് പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ആദർശ് പറയുക, ഇതിൻ്റെയൊക്കെ പിന്നിലെ ഈ നയനയാണ്, അവളാണ് എന്നെ ഇങ്ങനെ വേഷം കെട്ടിച്ചതെന്ന് പറയാണ്. അപ്പം കിരൺ പറയുന്നുണ്ട്, എന്തായാലും നന്നായിട്ടുണ്ട് കേട്ടോ, പിന്നെ ഒരു രഹസ്യം പറയാൻ കൂടി വേണ്ടിയിട്ടാണ് നേരെ കാണണമെന്ന് ഞാൻ പറഞ്ഞത് എന്ന് പറയാണ്. അപ്പോൾ ചോദിക്കുകയാണ്, എന്താണെന്ന് ആദർശ് ചോദിക്കുക. അപ്പോൾ കിരൺ പറയുന്നുണ്ട്, അതെ മൂർത്തീസ് ജ്വല്ലറിയിൽ ജോലി ചെയ്യുന്ന ഒരാൾ നേരത്തെ എൻ്റെ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ വർക്ക് ചെയ്തിരുന്ന ആളായിരുന്നു. അയാൾ ഒരുപാട് ഉപകാരം ഞാൻ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ അവിടെ വെച്ച് കണ്ടപ്പം എന്നോട് പരിചയം പുതുക്കാൻ വന്നു. അങ്ങനെ ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ ചോദിച്ചപ്പം എന്നോട് അയാൾ രഹസ്യം എന്നോണം പറഞ്ഞു, ഈ ജ്വല്ലറിക്ക് പുറകിൽ മറ്റാരോ ഉണ്ടെന്നും ഈ ഡേവിഡ് എന്ന് പറയുന്ന ആൾ യഥാർത്ഥ MD ഒന്നും അല്ലെന്നും മറ്റാരുടെയും ബിനാമിയാണെന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാണ്. അപ്പോൾ ആദർശ് പറയാണ്, അങ്ങനെ ഒരു രഹസ്യമുണ്ടെന്ന് എനിക്കും തോന്നിയിരുന്നു. ഞാനും മുത്തശ്ശനും കൂടി ആ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തിരുന്നു. ഒരിക്കലും ഡേവിഡിന് മൂർത്തീസ് ജ്വല്ലറിയോട് ഒരു ശത്രുത വരേണ്ട കാര്യമില്ല. അതുമല്ല, ഡേവിഡ് ഒരു വലിയ ബിസിനസ്മാനായിട്ട് ബിസിനസ് രംഗങ്ങളിലൊന്നും അറിയപ്പെടുന്ന ആളുമല്ലായിരുന്നു. മുത്തശ്ശന് വർഷങ്ങളായിട്ടുള്ള അനുഭവം ഉള്ളതല്ലേ. പിന്നെ എന്തുകൊണ്ട് ഡേവിഡ് ഞങ്ങളെ തകർക്കാൻ വേണ്ടി, പ്രത്യേകിച്ച് ഞങ്ങളുടെ കുടുംബം കൂടി തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നുവെന്ന് ഞങ്ങൾ ചിന്തിച്ചതാ. അപ്പോൾ അതിൻ്റെയൊക്കെ പിന്നിൽ വേറെ ആരോ ഉണ്ട് എന്ന് സംശയം ഉണ്ടായിരുന്നു എന്ന് പറയുക. അപ്പോൾ ഉടനെ കിരൺ പറയുക, അപ്പോൾ നീ ഈ വേഷത്തിൽ അവിടെ കയറി കൂടാൻ തന്നെ തീരുമാനിച്ചോ, രഹസ്യങ്ങളൊക്കെ അറിയാൻ നീ ചോദിക്കുക. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അതെ ഈ വേഷത്തിൽ ഞാൻ അവിടെ ഒരു സ്വർണ്ണ വ്യാപാരിയായിട്ട് ചെല്ലും. പഞ്ചാബിൽ നിന്ന് വന്ന ഒരു സ്വർണ്ണ വ്യാപാരി വലിയ ഡീലുകളും വാഗ്ദാനങ്ങളും കൊടുക്കും. ചതിയിലൂടെ തന്നെ മറുപടി കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അവിടെ കയറിക്കൂടി അവരുടെ രഹസ്യങ്ങൾ മുഴുവൻ ഞാൻ ചോർത്തും. ഇതിൻ്റെയൊക്കെയുള്ള പിന്നിലുള്ള ചതി അത് ഞാൻ തിരിച്ചറിയും എന്ന് പറയുകയാണ്. അങ്ങനെ ആദർശ് അവിടെ കയറിക്കൂടാൻ വേണ്ടി ചെല്ലുകയാണ്. ജ്വല്ലറി ചെന്നിട്ട് അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്തിട്ടാണ് കേട്ടോ ചെല്ലുന്നത്. അപ്പം ആദർശ് ചെല്ലുമ്പോഴേക്കും ഉടനെ തന്നെ ഡേവിഡ് എൻ്റെ ക്യാബിനിലേക്ക് വിളിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഡേവിഡിൻ്റെ ക്യാബിനിൽ ചെന്ന് ആദർശ് സ്വയം പരിചയപ്പെടുത്തുന്നുണ്ട്. ആദർശിൻ്റെ പേരും മറ്റുമൊക്കെ പറഞ്ഞതിന് ശേഷം പറയാണ്, പഞ്ചാബിൽ നിന്നുള്ള ഒരു വലിയ സ്വർണ്ണ വ്യാപാരിയാണ് ഞാൻ. ഞങ്ങൾക്ക് കേരളത്തിൽ വേരുകൾ ഉള്ളത് കൊണ്ട് തന്നെ കേരള ഡിസൈൻസ് ഞങ്ങൾക്ക് ഒരുപാട് പ്രിയപ്പെട്ടതാണ്. ഇപ്പോൾ എല്ലാ അർത്ഥത്തിലും കേരളത്തിൽ മുമ്പിൽ നിൽക്കുന്ന ജ്വല്ലറി ജ്വല്ലറിയാണ്. മൂർത്തീസ് ജ്വല്ലറിയുമായിട്ട് ഡീല് വെക്കാനാണെന്നും ഞങ്ങൾക്ക് താല്പര്യം. പക്ഷേ സ്റ്റാൻലി മാർട്ടിൻ ജ്വല്ലറിയുമായിട്ടുള്ള അവരുടെ ആ ഡീല് പോയപ്പോഴേക്കും ആ മൂർത്തീസ് ജ്വല്ലറിയുടെ വാല്യൂ എല്ലാം ഇടിഞ്ഞു. ഞങ്ങൾക്കുള്ള വിശ്വാസവും നഷ്ടപ്പെട്ടു. ഇപ്പോൾ ഞങ്ങൾക്ക് വിശ്വാസം ജ്വല്ലറിയോടാണ്. അതുകൊണ്ട് തന്നെ കോടികളുടെ ഒരു ഡീല് അത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ വന്നത്. ഇവിടെ വന്ന് നേരിക്കണ്ട് അതുപോലെ നിങ്ങളുടെ ഡിസൈൻസും ജ്വല്ലറിയും സെറ്റപ്പും എല്ലാം ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നതെന്ന് പറയാണ്. അപ്പോൾ ഡേവിഡ് പറയാണ്, ഭയങ്കര സന്തോഷമുണ്ട് നിങ്ങൾ വന്നതിൽ. നിങ്ങളെക്കുറിച്ച് ഞാനും കേട്ടിട്ടുണ്ട്, വലിയൊരു വ്യാപാരിയല്ലേ എന്ന് ചോദിക്കുകയാണ്. ഞങ്ങളെ തന്നെ നിങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുത്തതിന് ഒരുപാട് നന്ദിയുണ്ട് എന്ന് പറയാണ്.
അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, നന്ദി മാത്രം പോരാ, നിങ്ങളെക്കുറിച്ച് എനിക്ക് വിശദമായിട്ട് അറിയണം. കാരണം നിങ്ങളുടെ ഗോഡൗണും അതുപോലെ തന്നെ ഡിസൈനേഴ്സും എല്ലാം ഞങ്ങൾക്ക് അറിയണം. ഞങ്ങൾക്ക് നല്ല വിലപ്പെട്ട ഡിസൈനുകളാണ് വേണ്ടത്. മൂർത്തീസ് ജ്വല്ലറിയോട് തന്നെയായിരുന്നു ഞങ്ങൾക്ക് താല്പര്യം. പക്ഷേ അവരുടെ ഓഹരികളൊക്കെ ഇടിഞ്ഞ് നാശത്തിലേക്ക് കൂപ്പ് കുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ ഡീല് വേണ്ടെന്ന് വെച്ചതാണ്. അപ്പോഴാണ് നിങ്ങളെക്കുറിച്ച് അറിഞ്ഞതും ഇവിടെ എത്തിയതും. ഇനിയിപ്പോൾ കൂടുതൽ കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം വേണം എനിക്ക് ഈ ഡീല് വയ്ക്കാൻ. അത്രയ്ക്ക് വലിയൊരു ഡീല് തന്നെയാണ്, കോടികളുടെ ഡീല്. അത് നിങ്ങൾക്ക് വളരെയധികം പ്രയോജനമുണ്ടാകുന്ന കാര്യമാണെന്ന് പറയാം. അപ്പോൾ ഡേവിഡ് സ്വീകരിച്ചിരിക്കുക, വന്നിരിക്കൂ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സ്വീകരണം കൊടുക്കുക. അതിനെന്താ, താങ്കൾക്ക് എല്ലാം കാണിച്ചു തരാമല്ലോ, ഞങ്ങളുടെ ജ്വല്ലറിയും ഡിസൈനേഴ്സിനെയും ഗോഡൗണും എല്ലാം ഞങ്ങൾ കാണിച്ചു തരാം, മേക്കിങ്ങും ഫാക്ടറിയും എല്ലാം ഞങ്ങൾ കാണിച്ചു തരാമെന്ന് പറയാണ്. അപ്പോൾ ആദർശിന് വേണ്ടതും അത് തന്നെയാണ്. അപ്പം മിസ്റ്റർ ഡേവിഡ്, താങ്കളെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല എന്ന് പറയാണ്. താങ്കളുടെ ജന്മദേശം എവിടെയാണെന്നൊക്കെ ചോദിക്കുമ്പം ഡേവിഡ് കഥയൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ഞാൻ കേരളക്കാരനായിരുന്നു, പക്ഷേ ദുബായിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പം അങ്ങനെയാണ് ദുബായിൽ വെച്ച് ഞാൻ ജ്വല്ലറി സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനൊക്കെ ശേഷമാണ് ഇങ്ങനെ വന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയാണ്. അപ്പോഴും ആദർശിൻ്റെ മനസ്സിലൊരു ഡൗട്ടുണ്ട് കേട്ടോ. ആദർശ് ചോദിക്കുകയാണ് ഡേവിഡിനോട്, അല്ല നിങ്ങൾ എന്തെങ്കിലും രീതിയിലൊരു ഒരു ചതിയനാണോ, എന്തെങ്കിലും ഒരു ചതിയിലൂടെയാണോ ഇതൊക്കെ നേടിയെടുത്തത്? അങ്ങനെയുള്ളവരുമായിട്ട് ഒരു ഡീലിന് ഞങ്ങൾക്ക് താല്പര്യമില്ല. നേരായ വഴിയിലൂടെ ഡീൽ നടത്തുന്നവരെ മാത്രമേ ഞങ്ങൾക്ക് താല്പര്യമുള്ളൂ എന്ന് പറയുക. ഡേവിഡ് പറയുന്നുണ്ട്, അങ്ങനൊന്നും ഇല്ല എന്ന് പറയുമ്പം ഡേവിഡ് ഒരു ഉരുണ്ട് കളിക്കുന്ന പോലെ ആദർശിന് തോന്നുകയാണ്. പിറ്റേ ദിവസവും ചെല്ലുമ്പോൾ ആദർശിനെ ഇതൊക്കെ കാണിക്കാൻ വേണ്ടി ഡേവിഡ് കൊണ്ടുപോവാണ്. കോടികളുടെ ഒരു ഡീലല്ലേ വരാൻ പോകുന്നത്. നാഗേന്ദ്രയെയും വിളിക്കുന്നുണ്ട് ഡേവിഡ്. എന്നിട്ട് നാഗേന്ദ്രയോട് പറയാണ്, സാറേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. പഞ്ചാബിൽ നിന്നുള്ള ഒരു സ്വർണ്ണ വജ്ര വ്യാപാരി എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് നമ്മളുമായിട്ടൊരു കോടികളുടെ ഒരു ഡീല് വയ്ക്കാൻ താല്പര്യമുണ്ട്. നമ്മുടെ ഡിസൈൻസൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ടു. കേരള ഡിസൈൻസിന് അവർ പ്രയോറിറ്റി കൂടുതൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ സ്വർണത്തിൻ്റെ മൂല്യത്തിനും. മൂർത്തീസ് ജ്വല്ലറിയുമായിട്ട് ഡീല് വെക്കാൻ വേണ്ടി ഇരുന്നവരാണ് അവർ. പക്ഷേ മൂർത്തീസ് ജ്വല്ലറിയുടെ പെട്ടെന്നുള്ള തകർച്ച അതവർ ആകെപ്പാടെ തകിടം മറിച്ചു. അങ്ങനെയാണ് നമ്മുടെ അടുത്ത് എത്തിയത്. പക്ഷേ നമ്മളൊരു വിശ്വാസം വേണം അവർക്ക്. അങ്ങനെയാണെങ്കിൽ മാത്രമേ അവർ ഈ ഡീലിന് വരുള്ളൂ. നമ്മൾ ഈ ഡീല് സംഭവിച്ചാൽ നമുക്ക് കോടികളുടെ ലാഭം ഉണ്ടാകാൻ പോകുന്നത്, വർഷങ്ങളോളം എന്ന് പറയാണ്. അപ്പോൾ ഉടനെ തന്നെ നാഗേന്ദ്രയുടെ കണ്ണു മഞ്ഞളിക്കുകയാണ് പണം എന്ന് കേട്ടപ്പോഴേക്കും. അപ്പോൾ നാഗേന്ദ്ര പറയാണ്, താൻ അതിനു വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുമെന്ന് പറയുക. ചെയ്തൊക്കെ കൊടുക്കാം, പക്ഷേ എന്നെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ അയാൾ ചോദിച്ചു. അതിനൊരു വ്യക്തമായ മറുപടി എനിക്ക് കൊടുക്കാൻ പറ്റാതെ വന്നപ്പോൾ ഇതിലൊക്കെ എന്തെങ്കിലും ചതിയുണ്ടോ, നിങ്ങൾ നേരായ രീതിയിൽ സമ്പാദിച്ചതാണോ എന്നൊക്കെ ചോദിച്ചു എന്ന് പറയാണ്. സാറിനെക്കുറിച്ച് പറയാൻ പറ്റില്ലാത്തതുകൊണ്ട് ഞാനത് പറഞ്ഞില്ല എന്ന് പറയുക. അപ്പോൾ ഉടനെ നാഗേന്ദ്ര പറയാണ്, ശരിയാണ്, എന്നെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും വ്യക്തമാക്കണ്ട അവിടെ. പിന്നെ കൂടുതൽ അടുപ്പത്തിലേക്ക് വരുവാണെങ്കിൽ ഞാൻ അയാളെ നേരിട്ട് കണ്ട് കാര്യങ്ങളൊക്കെ ബോധിപ്പിക്കാം എന്ന് പറയാണ്. അങ്ങനെ പറഞ്ഞ് ഇതെല്ലാം പിറ്റേ ദിവസവും ആദർശ് അന്വേഷിക്കുന്നുണ്ട്. അതിനുശേഷം അപ്പോൾ നാഗേന്ദ്ര പറയുന്നുണ്ട് കേട്ടോ, ഞാൻ വേറൊരു കാര്യം കൂടി താങ്കളോട് പറയാം. വളരെ ഒഫീഷ്യലായിട്ടുള്ള കാര്യമാണ്, പുറത്തങ്ങനെ വിടാത്ത കാര്യമാണ്. ഈ ജ്വല്ലറിയുടെ യഥാർത്ഥ MD ഞാനല്ല, എനിക്ക് പിന്നിൽ ഒരാളുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട്, അങ്ങനെ ഒരാളെ എന്തിനാണ് നിങ്ങളിങ്ങനെ മറച്ചു വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പം അത് അദ്ദേഹത്തിൻ്റെ പ്രൈവസിയുടെ കാര്യമാണ്. ഒരിക്കലും ഒരു കോടീശ്വരനാണെന്ന് അറിയിക്കാനോ അതുപോലെ ഇതുപോലൊരു വലിയ ജ്വല്ലറിയുടെ ഓണറാണെന്ന് അറിയിക്കാനോ അദ്ദേഹം താല്പര്യപ്പെടുന്നില്ല. അങ്ങനൊരു പബ്ലിസിറ്റി അദ്ദേഹം ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം പുറകിൽ മറഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നതെന്ന് പറയാം. അപ്പോൾ ആദർശ് പറയാണ്, തീർച്ചയായിട്ടും അയാളെക്കുറിച്ച് എനിക്കറിയണം. കാരണം എന്താണെന്ന് വെച്ചാലേ, ഈ ഡീല് നടത്താൻ പോകുമ്പം ഒരു ചതിയും അതിലുണ്ടാവരുതെന്ന് ഞങ്ങൾക്ക് നിർബന്ധമാണ്. ഞങ്ങൾ പഞ്ചാബികൾ അങ്ങനെയാണ് എന്ന് പറയാണ്. അപ്പം നാഗേന്ദ്ര പറയുന്നുണ്ട്, അതിനെന്താ, ഞാൻ സാറുമായിട്ട് സംസാരിച്ചിട്ട് ഒരു അപ്പോയിൻമെൻ്റ് എടുത്ത് അടുത്തുള്ള ഒരു ഹോട്ടലിലുണ്ട് അദ്ദേഹം, ആദ്യത്തെ ഹോട്ടലിൽ പോയി നിങ്ങൾക്ക് കാണാമല്ലോ എന്ന് പറയാണ്. അങ്ങനെ നാഗേന്ദ്രയെ വിളിച്ച് ഡീലൊക്കെ അപ്പോയിൻമെൻ്റ് എടുക്കുകയാണ് കേട്ടോ ഡേവിഡ്. എന്നിട്ട് പറയുന്നുണ്ട് ആദർശിനെ അങ്ങോട്ട് കൊണ്ടുവരാമെന്ന്. അപ്പോൾ ആദർശ് ഓക്കെ എന്ന് പറയാണ്. അപ്പോൾ ചോദിക്കുന്നുണ്ട് ആദർശ്, ആരാണ് നിങ്ങളുടെ MD എന്ന് ചോദിക്കും. അല്ല സാർ, അവിടെ ചെല്ലുമ്പോൾ താങ്കൾക്ക് കാണാമല്ലോ എന്ന് പറയാണ്. അങ്ങനെ ആദർശമായിട്ട് ഡേവിഡ് ആ ഹോട്ടലിലേക്ക് ചെല്ലുകയാണ്. ഹോട്ടലിൽ ചെല്ലുമ്പോൾ അവിടെ നമ്മുടെ നാഗേന്ദ്രയുണ്ട്. നാഗേന്ദ്രയെ കാണുകയാണ് കേട്ടോ. നാഗേന്ദ്രയെ കാണുമ്പോഴേ ആദർശിന് ആളെ പിടികിട്ടുകയാണ് കേട്ടോ. ഇത് അപ്പച്ചിയുടെ ഭർത്താവ് നാഗേന്ദ്രയല്ലേ. നാഗേന്ദ്ര ആദ്യം തന്നെ പറയുന്നുണ്ട്, ഞാൻ നാഗേന്ദ്ര എന്ന്. അപ്പോഴേ ആദർശിന് ആ പേരും കിട്ടി. ആളെയും കണ്ടു കഴിയുമ്പോഴേ മനസ്സിലാകുകയാണ് ഇത് അപ്പച്ചിയുടെ ഭർത്താവ് നാഗേന്ദ്രയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ജ്വല്ലറിയിൽ കള്ളത്തരം കാണിച്ചതിന് മുത്തശ്ശൻ വീട്ടിൽ നിന്ന് പുറത്താക്കിയ ആൾ. അത് പിന്നെ അയാളെക്കുറിച്ച് അധികം വിവരമൊന്നും കേട്ടിട്ടില്ല. ദുബായിൽ എവിടെയോ ബിസിനസ് ചെയ്യുന്നെന്നോ എവിടെയോ ജോലി ചെയ്യുന്നെന്നോ മറ്റൊക്കെയാണ് കേട്ടിരുന്നത്. ഇപ്പോഴാണ് ആളെ കാണുന്നത്. അപ്പോൾ ഇതാണ് കളി, ഇയാളാണ് നമ്മുടെ പുറകിലുള്ള ആൾ അല്ലേ എന്ന് ആദർശിന് തന്നെ കാര്യം പിടികിട്ടാണ്. ആദർശ് പക്ഷേ ഒന്നും അറിഞ്ഞതായിട്ട് ഭാവിക്കാതെ ഡീലിനെ കുറിച്ച് അവിടെ സംസാരിക്കുകയാണ്. അങ്ങനെ ഡീലിനെയൊക്കെ കുറിച്ച് സംസാരിച്ച് ഇറങ്ങുകയാണ്. അതിനുശേഷം പുറത്ത് വന്നു കഴിയുമ്പോൾ കിരണിനെ വിളിക്കുകയാണ് ആദർശ്. കിരണിനെയും അതുപോലെ നന്ദുവിനെയും വിളിക്കുകയാണ്. എന്നിട്ട് അവരോട് ഇക്കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാണ് കേട്ടോ.
ഈ പറയുന്ന നാഗേന്ദ്രയാണ് എയിം ജ്വല്ലറിക്ക് പിന്നിലുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ വേറൊന്നും നോക്കാനില്ല. ശത്രുത വരാൻ മറ്റൊന്നുമല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ വർഷങ്ങളായിട്ട് മൂർത്തീസ് ജ്വല്ലറിയോടുള്ള ആ ഒരു വൈരാഗ്യം അയാൾ തീർക്കുന്നതാണ്. പക്ഷേ വീട്ടിൽ നിന്ന് ഒരു ഗതിയുമില്ലാതെ ഇറങ്ങിപ്പോയ അയാൾ ഇത്രയും കോടിക്കണക്കിന് രൂപയുടെ സ്വത്തിന് ഉടമസ്ഥനായത് എങ്ങനെയാണെന്ന് അറിയണമല്ലോ എന്നിങ്ങനെ ചിന്തിക്കുകയാണ്. നന്ദുവിനോട് പറയുന്നുണ്ട്, നാഗേന്ദ്രയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്കറിയണം. അയാൾ ദുബായിലായിരുന്നു. അവിടെ വെച്ച് ഏതായാലും ഇത്രയും സ്വത്ത് ഇത്രയും പെട്ടെന്ന് ഉണ്ടാക്കാൻ സാധ്യതയൊന്നുമില്ല. എന്തെങ്കിലും ചതിയിലൂടെയൊക്കെ നേടിയെടുത്തിട്ടുള്ളതായിരിക്കാം. അതുകൊണ്ട് തന്നെയാണ് ഐഡൻറ്റിറ്റി പുറത്ത് കാണിക്കാതെ അയാൾ മറഞ്ഞിരിക്കുന്നതും എന്ന് പറയാണ്. അപ്പോൾ കിരണും പറയാണ്, ശരിയാണ്, അങ്ങനെ എന്തെങ്കിലും ഒരു കള്ളത്തരം അതിൻ്റെയൊക്കെ പിന്നിലുണ്ടെങ്കിൽ അയാളെ നമുക്ക് പൂട്ടണം എന്ന് പറയാണ്. അപ്പം നന്ദു പറയുന്നുണ്ട്, ആ ഗ്രീനിയെ കുറിച്ചിട്ട് നന്നായിട്ട് അന്വേഷിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലെല്ലാം ഗ്രീനിയുടെ ഫോട്ടോ ഞാൻ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഉടനെ എവിടെന്നെങ്കിലും വിവരം കിട്ടും. അവളെ കിട്ടിക്കഴിഞ്ഞാൽ അവളുടെ മൊഴിയെടുക്കാം ആദർശേട്ടനെ ചതിച്ചതാണെന്ന്. അങ്ങനെ ആ മൊഴി എടുത്തതിന് ശേഷം ഈ വിവരങ്ങളെല്ലാം വെച്ചിട്ട് ആ സ്റ്റാൻലി മാർട്ടിൻ ജ്വല്ലറിക്ക് ഒരു കംപ്ലൈൻറ്റ് കൊടുക്കണം. ആ ഒരു ഡീല് അത് എയിം ജ്വല്ലറിക്ക് കൊടുത്തത് റദ്ദാക്കുന്നതിന് വേണ്ടിയിട്ട്. എന്നിട്ട് ആ ഡീല് മൂർത്തീസ് ജ്വല്ലറിക്ക് തന്നെ നമുക്ക് നേടിയെടുക്കണം എന്ന് നന്ദു പറയണം. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ആദ്യം ഗ്രീനെ കിട്ടട്ടെ, അവളെ നമുക്ക് ചോദ്യം ചെയ്യാം, അതിനുശേഷം നാഗേന്ദ്രയെക്കുറിച്ചും അന്വേഷിക്കാമെന്ന് പറയണം. അങ്ങനെ ഗ്രീനെക്കുറിച്ചിട്ടുള്ള വിവരം കിട്ടുവാണ്. അപ്പോൾ തന്നെ നന്ദു വിളിച്ച് പറയുന്നുണ്ട് ആദർശിനോട്, ഗ്രീനെക്കുറിച്ചിട്ടുള്ള വിവരങ്ങൾ കിട്ടി, അവളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്, അവളെ എയിം ജ്വല്ലറിയിലെ സ്റ്റാഫായിരുന്നു എന്ന് പറയാണ്. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട്, അവൾ സത്യങ്ങളെല്ലാം തുറന്നു പറയാമെന്ന് പറഞ്ഞോ എന്ന് ചോദിക്കുക. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, അവൾ പറഞ്ഞിട്ടുണ്ട്, അവളുടെ മേലെ കേസൊന്നും എടുക്കാതിരുന്നാൽ അവൾ സത്യങ്ങളെല്ലാം എവിടെ വേണേലും തുറന്ന് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം. അങ്ങനെ ആദർശ് ഗ്രീനിയെ കാണുകയാണ്. എന്നിട്ട് ഗ്രീനെ സംസാരിക്കുന്നതെല്ലാം ഒരു വീഡിയോയിലൂടെ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗ്രീനെ സത്യങ്ങളെല്ലാം പറയുകയാണ്. എയിം ജ്വല്ലറിയുടെ MD ഡേവിഡ് പറഞ്ഞിട്ടാണ് ഇത് ചെയ്തതെന്നും കുറച്ച് പണം തനിക്ക് ഇതിനായിട്ട് തന്നിരുന്നുവെന്നും അതുപോലെ തന്നെ അതുകൊണ്ട് ആദർശിന് ജ്യൂസിൽ ഉറക്ക ഗുളിക കലക്കി കൊടുക്കുകയാണ് ചെയ്തതെന്നും ഒക്കെയുള്ള കാര്യം. അതുകൊണ്ടാണ് ആദർശിന് ഈ ഡീല് നഷ്ടപ്പെട്ടതെന്നുള്ള വിവരവും എല്ലാം ആ വീഡിയോ എല്ലാം ആദർശും നന്ദുവും കൂടി എടുക്കുകയാണ്. അതിനുശേഷം സ്റ്റാൻലി മാർട്ടിൻ ജ്വല്ലറിക്കാരെ വിളിക്കുകയാണ് കേട്ടോ. സ്റ്റാൻലി മാർട്ടിൻ ജ്വല്ലറിയെ വിളിച്ച് ഇങ്ങനൊരു കാര്യത്തെക്കുറിച്ച് ആദർശ് സംസാരിക്കുകയാണ്. തന്നെ ഒരാൾ ചതിച്ചതാണെന്നും എയിം ജ്വല്ലറിക്കാരാണ് തന്നെ ചതിച്ചതെന്നും അതിൻ്റെ തെളിവുകൾ തൻ്റെ പക്കലുണ്ടെന്നും അല്ലെങ്കിൽ ആ ഡീലിന് കൃത്യസമയത്ത് താൻ എത്തിയിരുന്നേ എന്നും ഒക്കെ. അപ്പോൾ സ്റ്റാൻലി മാർട്ടിൻ ജ്വല്ലറിയുടെ അധികൃതർ പറയുന്നുണ്ട് കേട്ടോ, എന്തായാലും ഈ ചതിയിലൂടെയാണ് എയിം ജ്വല്ലറി ഈ ഡീല് നേടിയെടുത്തതെങ്കിൽ അത് റദ്ദാക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഒരിക്കലും ഒരു ചതിയന്മാരെ കൂടുന്ന ഡീലിനായിട്ട് ഞങ്ങൾ നിൽക്കുന്നില്ല. ആ ഡീല് റദ്ദാക്കി ഞങ്ങളത് മൂർത്തീസ് ജ്വല്ലറിക്ക് നൽകാൻ തീരുമാനിക്കുകയാണെന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ ആദർശിന് ഒരുപാട് സന്തോഷമാവുകയാണ്. അക്കാര്യം ഓക്കെ ആക്കി എടുത്തല്ലോ. ഇനിയിപ്പം നാഗേന്ദ്രയെക്കുറിച്ചിട്ടുള്ള വിവരങ്ങൾ അറിയണം. അപ്പോഴേക്കും നന്ദു നാഗേന്ദ്രയെക്കുറിച്ചിട്ടുള്ള വിവരങ്ങളും കണ്ടെത്തിയിരിക്കുകയാണ്. നാഗേന്ദ്ര നേരെ അനന്തപുരിയിലെ പ്രശ്നങ്ങൾക്ക് ശേഷം അവിടുന്ന് പോയത് ദുബായിലേക്കായിരുന്നു. അവിടെ ഒരുപാട് അലഞ്ഞു തിരിഞ്ഞ് ഏതോ ഒരു കമ്പനിയിൽ ഒരു ജോലിക്കായി കയറിക്കൂടി. അങ്ങനെയാണ് ഒരു ചെറിയ ജ്വല്ലറിയിൽ അവിടെയുള്ള ഒരു ജ്വല്ലറിയിൽ ജോലിക്കാരനായിട്ട് കയറുന്നത്. അങ്ങനെ അവിടുത്തെ ഓണറിൻ്റെ വിശ്വാസ്യത പിടിച്ചു പറ്റുകയാണ്. അയാളുടെയും കുടുംബത്തിൻ്റെയും കൂടെ അയാളെ ചേർത്ത് നിർത്തുകയാണ്. അങ്ങനെ നാഗേന്ദ്രയും കൂടി ആ ബിസിനസ് വളർത്തിയെടുക്കുകയാണ്. ആ ജ്വല്ലറി അവിടെ വളരെ നല്ല രീതിയിൽ വ്യാപിച്ചു വരുന്ന സമയമാണ്. കേരളത്തിലേക്ക് അവർ ബ്രാഞ്ചുകളൊക്കെ തുടങ്ങാൻ പോകുന്ന സമയമാണ്. ആ സമയത്ത് നമ്മുടെ നാഗേന്ദ്ര തനി സ്വഭാവം പുറത്തെടുക്കുകയും ആ ജ്വല്ലറിയുടെ ഓണർ എല്ലാമായി കൊണ്ടുവന്ന അയാളെ വധിക്കുകയും ചെയ്യാണ്. ഒരു ആക്സിഡൻ്റ് എന്ന പേരിൽ അയാളെ കൊല്ലുകയാണ്. അയാളെ മാത്രമല്ല അയാളുടെ കുടുംബത്തെയും. അതിനുശേഷം അവരുടെ സ്വത്തുക്കളും ആ ജ്വല്ലറിയും എല്ലാം നാഗേന്ദ്ര സ്വന്തമാക്കുവാണ് ഒരു പാർട്ട്ണർ എന്ന പേരിൽ. അങ്ങനെ ഒരു പാർട്ട്ണറേ അല്ല. അതിനുശേഷം അത് വെച്ചിട്ടാണ് നാഗേന്ദ്ര അവിടെ ബ്രാഞ്ചുകൾ തുടങ്ങുന്നതും പിന്നീട് കേരളത്തിലേക്ക് ബ്രാഞ്ചുകൾ തുടങ്ങുന്നതും ചതിയിലൂടെയും വഞ്ചനയിലൂടെയൊക്കെ ഇതൊക്കെ നേടിയെടുക്കുന്നതും. അവിടെ ഇപ്പോൾ ഒരു പിടികിട്ടാ പുള്ളിയാണ് കേട്ടോ ഈ നാഗേന്ദ്രയെക്കുറിച്ചിട്ട് ഒരു വിവരവും കിട്ടാതിരിക്കുകയാണ് ആ കേസിൽ. അപ്പം നന്ദുവിന് ആളെ പിടികിട്ടിയപ്പോൾ ഇനിയിപ്പോൾ അയാളെ വെറുതെ വിടാൻ പറ്റില്ല, അറസ്റ്റ് ചെയ്യണം. ആ കേസിൽ എത്രയും പെട്ടെന്ന് നാഗേന്ദ്രയെ അറസ്റ്റ് ചെയ്യണമെന്ന് നന്ദുവും തീരുമാനിക്കുകയാണ്. കിരണും ആദർശവും ഒക്കെ അതിന് നല്ല രീതിയിൽ സപ്പോർട്ടും കൊടുക്കണം. അങ്ങനെ നാഗേന്ദ്രയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെല്ലാണ് കേട്ടോ ഒരു ലോഡ്ജിലേക്ക്. അവിടെ നാഗേന്ദ്രയെ കൂടെ അവന്തികയുണ്ട്. ആദർശും നന്ദുവും അതുപോലെ തന്നെ മുത്തശ്ശനും കൂടെ ചെല്ലുന്നുണ്ട്. ഇതെല്ലാം കൂടെ കാണുമ്പോഴേക്കും ഞെട്ടിപ്പോവാണ് നാഗേന്ദ്രയും അവന്തികയും. അവിടെ വെച്ച് എല്ലാ സത്യങ്ങളും വിളിച്ചു പറയുകയും നന്ദു നാഗേന്ദ്രയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യാണ്. പഴയ കേസിൻ്റെ പേരിൽ അന്ന് നടത്തിയ ചതിയുടെ പേരിൽ ഒരു 4 അംഗ കുടുംബത്തെ കൊന്നതിൻ്റെ പേരിൽ ഒക്കെ നാഗേന്ദ്രയെ അറസ്റ്റ് ചെയ്യപ്പെടുകയാണ്. അതുപോലെ തന്നെ അവന്തികയുടെ കള്ളത്തരങ്ങളെല്ലാം പുറത്തു വരുകയാണ്. മുത്തശ്ശൻ അവന്തികയോട് ചോദിക്കുകയാണ്, നിന്നെ ഇത്രയും നാൾ സ്നേഹിച്ചതും നിന്നെ പഠിപ്പിച്ചതും ഒക്കെ ഞങ്ങളല്ലായിരുന്നോ? നിൻ്റെ അച്ഛൻ അന്ന് ഇട്ടിട്ട് പോയിട്ടും നിൻ്റെ അമ്മ പല സ്വഭാവങ്ങളും കാണിച്ചിട്ടും നിങ്ങൾ വളർത്തിയില്ലേ? എന്നിട്ട് അച്ഛൻ്റെ സ്വർണവും പണവും സ്വത്തും എല്ലാം കണ്ടപ്പോൾ നിൻ്റെ കണ്ണു മഞ്ഞളിച്ച് പോയല്ലേ? നീ ആ ദുഷ്ടൻ്റെ കൂടി ഞങ്ങളെ സാധിച്ചല്ലേ? ചോറ് തന്ന വീടിനോട് കൂറ് കാണിക്കാത്തവളാണല്ലേ നീ എന്ന് പറഞ്ഞ് ഒരടി കൊടുക്കുകയാണ് കേട്ടോ മുത്തശ്ശൻ അവന്തികയ്ക്ക് കിട്ടും.
അതിനൊക്കെ ശേഷം നമ്മുടെ നാഗേന്ദ്രയെ നന്ദു അറസ്റ്റ് ചെയ്തിട്ട് പോകുന്നുണ്ട്. അതേസമയം ഗ്രീന പറഞ്ഞ സത്യങ്ങളും നാഗേന്ദ്രയുടെ എൻ ജ്വല്ലറിക്ക് പിന്നിലുള്ള കളികളും ഒക്കെ അറിയുന്ന സ്റ്റാൻലി മാർട്ടിൻ ജ്വല്ലറി ആ ഡീല്, കോടികളുടെ ഡീല് മൂർത്തീസ് ജ്വല്ലറിക്ക് കൊടുക്കുകയാണ്. ഇതിനൊക്കെ ശേഷം എല്ലാ സത്യങ്ങളും തെളിഞ്ഞ ആദർശ് നേരെ അനന്തപുരിയിലേക്ക് തിരിച്ചില്ലാണ് കേട്ടോ. ആദർശ് ചെല്ലുമ്പോഴേ മുത്തശ്ശിക്കും ഭയങ്കര സന്തോഷമാവുകയാണ്. നയനയും കൂടെയുണ്ട്. ദേവയാനിയാണെങ്കിൽ സന്തോഷം കൊണ്ട് മതി മറന്ന് നിൽക്കുകയാണ് കേട്ടോ. മുത്തശ്ശൻ ആദർശിനെ കെട്ടിപ്പിടിച്ച് സ്വീകരിക്കുകയാണ്. എനിക്കറിയായിരുന്നു നീ ഇതെല്ലാം തെളിയിക്കുമെന്ന്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അന്ന് നിന്നെ പറഞ്ഞു വിട്ടത്. നിന്നോട് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇന്ന് നീ ഒരു കുറ്റവാളിയെ പോലെ തല കുനിച്ചിവിടെ നിൽക്കേണ്ടി വന്നേനെ മറ്റുള്ളവരുടെ മുമ്പിൽ. ഇപ്പോൾ എല്ലാ സത്യങ്ങളും തെളിഞ്ഞില്ലേ, നമ്മളെ ചതിച്ചവരെ നമ്മൾ കണ്ടെത്തിയില്ലേ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് സ്വീകരിക്കുകയാണ്. നയനയ്ക്കും ഒക്കെ ഭയങ്കര സന്തോഷമാകുകയാണ് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്